ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. നാളെ LDC എക്സാം എഴുതാൻ പോകുന്ന എല്ലാ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും നല്ല മാർക്ക് വാങ്ങാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. LDCക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എല്ലാം. ഇനി വരുന്ന ഈ LDC എക്സാമിന് ചിലപ്പം ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നോക്കാം. ഒരു ലെൻസിൻ്റെ പവർ 2D എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ലെൻസിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻസ് വായിക്കുന്നില്ല, അധിക സമയമില്ലല്ലോ, അതുകൊണ്ട് ആൻസർ മാത്രം പറഞ്ഞു പോവാണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ. 50 സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള കോൺവെക്സ് ലെൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, വൈദ്യുത കാന്തങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഡാഷ് ആണ്. എന്താണ് ഉപയോഗിക്കുന്നത്? പച്ചിരുമ്പ്. വൈദ്യുത കാന്തങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് പച്ചിരുമ്പാണ്. താഴെ കൊടുത്തിരിക്കുന്ന പദാർത്ഥങ്ങളിൽ ഒരേ എണ്ണം തന്മാത്രകളുള്ളവ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 36 ഗ്രാം ജലം 1, 3 എന്താണ് 34 ഗ്രാം അമോണിയ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ജലകാഠിന്യത്തിന് കാരണമാകുന്ന രാസവസ്തു ഏതാണ്? ഓപ്ഷൻ സി ആണ് കാൽസ്യം ക്ലോറൈഡ്. വ്യാവസായികമായി സൾഫ്യൂറിക് ആസിഡ് നിർമ്മിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം ഏത്? ഓപ്ഷൻ എ ആണ് വനേഡിയം പെൻഡോക്സൈഡ്. ആധുനിക ആവർത്തന പട്ടികയിൽ എസ് ബ്ലോക്ക് മൂലകങ്ങളെയും പി ബ്ലോക്ക് മൂലകങ്ങളെയും പൊതുവായി ഡാഷ് എന്ന് പറയുന്നു. ഓപ്ഷൻ ഡി ആണ് പ്രാതിനിധ്യ മൂലകങ്ങൾ. എസ് ബ്ലോക്ക് മൂലകങ്ങളെയും പി ബ്ലോക്ക് മൂലകങ്ങളെയും പൊതുവായി പറയുന്ന പേരെന്താണ്? പ്രാതിനിധ്യ മൂലകങ്ങൾ. താഴെ പറയുന്നവയിൽ കൃത്രിമ സിൽക്ക് എന്നറിയപ്പെടുന്നത് ഏത്? ഓപ്ഷൻ എ ആണ് റയോൺ. ജിപ്സം ഏത് ലോഹത്തിൻ്റെ ധാതുവാണ്? ഓപ്ഷൻ ഡി ആണ് കാൽസ്യം. ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. ഐസോടോപ്പുകൾ ഉണ്ടാക്കാൻ കാരണം, ഇതും ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ന്യൂട്രോണിൻ്റെ എണ്ണത്തിലുണ്ടാകുന്ന വ്യത്യാസം. ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏത്? ഇതും ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ് ഓക്സിജൻ. ഏറ്റവും ഉയർന്ന കലോറിക മൂല്യമുള്ള ഇന്ധനം ഏത്? ഹൈഡ്രജൻ. അലുമിനിയത്തിൻ്റെ അയിര് ബോക്സൈറ്റ്. ഇതും ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എല്ലാ എക്സാമിനും 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, അലുമിനിയത്തിൻ്റെ അയിര് ഏതെന്നുള്ളത് ബോക്സൈറ്റ്. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമേത്? ഇലക്ട്രോൺ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏത്? ഓക്സിജൻ. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏത്? ബാക്കലൈറ്റ്. ഇതും ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സമ്പർക്ക പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം ഏത്? വനേഡിയം പെൻഡോക്സൈഡ്. ചോദിച്ചിട്ടുണ്ട് ഒരുപാട് തവണ. ഇലക്ട്രോൺ ചാർജിൻ്റെ മൂല്യം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര്? മില്ലിഗൺ. മോൺസ് പ്രക്രിയ ഏത് ലോഹത്തെ വേർതിരിക്കാനാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ ആണ് നിക്കൽ. ആവർത്തന പട്ടികയിലെ 17ാം ഗ്രൂപ്പ് മൂലകങ്ങൾ ഏത് കുടുംബത്തിലാണ് ഉൾപ്പെടുന്നത്? ഹാലോജൻ കുടുംബം. 17 വയസ്സാകുമ്പോഴത്തേനും ആലോചന തുടങ്ങി എന്നോർത്ത് വെക്കുക. അപ്പോഴത്തേനും നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഹാലോജൻ കുടുംബം. 18ാം ഗ്രൂപ്പാണ് അലസവാതകം എന്ന് പറയുന്നത്. 18 വയസ്സ് ആകുമ്പോഴേക്കും അലസന്മാരായി, മടിയന്മാരായി എന്നൊക്കെ അങ്ങനെ ഒരു കോഡ് പോലെ ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ 17ഉം 18ഉം പഠിച്ചു. അപ്പോൾ 1ാം ഗ്രൂപ്പും 2ാം ഗ്രൂപ്പും എങ്ങനെയാണ് അറിയപ്പെടുന്നത്? 1 ആൽക്കലി ലോഹങ്ങളെന്നും 2 ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളെന്നുമാണ് അറിയപ്പെടുന്നത്. 3 മുതൽ 12 വരെയാണ് സംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത്. 13ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് ബോറോൺ കുടുംബം അല്ലെങ്കിൽ അലുമിനിയം കുടുംബം എന്ന് അറിയപ്പെടുന്നത്. ബോറോൺ അല്ലെങ്കിൽ അലുമിനിയം കുടുംബം എന്ന് അറിയപ്പെടുന്നു. 14 കാർബൺ കുടുംബം. 15 നൈട്രജൻ കുടുംബം. 16 ഓക്സിജൻ കുടുംബം. ഓക്സിജൻ കുടുംബം 16 ആണ്. അതല്ലെങ്കിൽ ചാൽക്കോജൻ കുടുംബം എന്നും അറിയപ്പെടുന്നു. ഓക്സിജൻ കുടുംബം അല്ലെങ്കിൽ ചാൽക്കോജൻ കുടുംബം എന്നും അറിയപ്പെടുന്നു. ഏതാണ്? 16ാം ഗ്രൂപ്പ്. ഓക്കെ, ഇത്രയുമാണ് 18 ഗ്രൂപ്പുകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മനുഷ്യനിർമ്മിത പെട്രോളായി ഉപയോഗിക്കുന്നത് എന്ത്? ഓപ്ഷൻ സി ആണ് ഹൈഡ്രജൻ. ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ആറ്റങ്ങൾക്ക് പറയുന്ന പേര് എന്ത്? ഐസോടോപ്പുകൾ. ബാരോമീറ്റർ കണ്ടുപിടിച്ചത് ആര്? ടോറിസെല്ലി. ഭൂമിയുടെ ധ്രുവപ്രദേശങ്ങളിൽ രാത്രികാലത്ത് ആകാശത്ത് ദൃശ്യമാവുന്ന വർണ്ണ കാഴ്ചകളാണ് ധ്രുവദീപ്തി. ഈ പ്രതിഭാസം അന്തരീക്ഷത്തിലെ ഏതു പാളിയിലാണ് കാണപ്പെടുന്നത്? ഓപ്ഷൻ ബി ആണ്
തെർമോസ്ഫിയർ. ശുക്രൻ്റെ അന്തരീക്ഷത്തിൽ ഭൂരിഭാഗവും ഏതു വാതകമാണ്? ഓപ്ഷൻ ഡി ആണ് കാർബൺ ഡൈ ഓക്സൈഡ്. ക്ലോറോ ഫ്ലോറോ കാർബൺ ഉൽപ്പാദനം കുറയ്ക്കുന്നതിനുള്ള തീരുമാനം ഏത് അന്താരാഷ്ട്ര സമ്മേളനമാണ് കൈക്കൊണ്ടത്? ഓപ്ഷൻ എ ആണ് മോൺട്രിയൽ പ്രോട്ടോക്കോൾ. സാധാരണ ബൾബിലെ ഫിലമെൻ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? ഓപ്ഷൻ എ ആണ് ടങ്സ്റ്റൺ. ബോക്സൈറ്റ് ധാതു സംസ്കരിച്ചുണ്ടാകുന്ന ലോഹം? ഓപ്ഷൻ ബി ആണ് ആൻസർ അലൂമിനിയം. ഇതും ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും എല്ലാവരും നന്നായി പഠിക്കുക. 1-2 ആവർത്തി കേട്ട് കഴിഞ്ഞാൽ എല്ലാം ഓർമ്മയിലുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും നല്ല മാർക്ക് വാങ്ങി പാസ്സാവാൻ കഴിയട്ടെ. ഓക്കെ, താങ്ക് യു.